രാജ്യത്തെ സ്ത്രീകളുടെ വസ്ത്രധാരണ നിയമത്തിനെതിരെ ഇറാനിൽ വീണ്ടും നഗ്ന പ്രതിഷേധം. ഇറാനിലെ രണ്ടാമത്തെ വലിയ നഗരമായ മഷാദിൽ പോലീസ് വാഹനത്തിനു മുകളിലാണ് നഗ്ന പ്രതിഷേധം അരങ്ങേറിയത്. പൂർണ്ണ നഗ്നയായ സ്ത്രീ നഗരത്തിൽ നിർത്തിയിട്ടിരുന്ന പോലീസ് വാഹനത്തിനു മുകളിൽ കയറിയാണ് പ്രതിഷേധിച്ചത്. ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. പോലീസ് വാഹനത്തിന്റെ ബോണറ്റിൽ കയറി നിൽക്കുന്ന യുവതിയെ പോലീസുകാരെ വെല്ലുവിളിക്കുന്ന രംഗത്തോടെയാണ് വീഡിയോ തുടങ്ങുന്നതും. തുടർന്ന് വിൻഷീൽഡിൽ യുവതി ചാരിയിരുന്നു. യുവതിയെ വാഹനത്തിൽ നിന്ന് താഴെ ഇറക്കാൻ ഉദ്യോഗസ്ഥർ പരമാവധി ശ്രമിച്ചിട്ടും അവർ വഴങ്ങിയില്ല. ഇതിനിടെ ആയുധമെടുക്കാൻ ഒരു പോലീസുകാരൻ വാഹനത്തിനുള്ളിലെത്തി. എന്നിട്ടും ഒരു കൂസലും കൂടാതെ പ്രതിഷേധം തുടർന്നു. നൂൽബന്ധം പോലുമില്ലാതെ നിൽക്കുന്നതിനാൽ യുവതിയെ അറസ്റ്റ് ചെയ്യാനും പോലീസുകാർ മുതിർന്നില്ല. ഒടുവിൽ യുവതിക്ക് എന്തു സംഭവിച്ചു എന്നും വ്യക്തമല്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വീഡിയോ വൈറലായതോടെ യുവതിയെ അനുകൂലിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത്. ഇറാനിൽ സ്ത്രീകളുടെ വസ്ത്രധാരണ നിയമങ്ങൾക്കെതിരെ നേരത്തെയും നഗ്ന പ്രതിഷേധം പോലുള്ളവ അരങ്ങേറിയിരുന്നു. ടെഹ്റാൻ സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥിനി അടിവസ്ത്രം മാത്രം ധരിച്ച് ക്യാമ്പസിലെത്തിയാണ് സദാചാര പോലീസിന്റെ വസ്ത്രധാരണാ നിയമത്തിനെതിരെ പ്രതിഷേധിച്ചത്. ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ പ്രതിഷേധം ആഗോളതലത്തിൽ തന്നെ ചർച്ചയായി മാറി. ഈ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഹിജാബ് ധരിക്കാത്തത് ചോദ്യം ചെയ്ത മതപുരോഹിതന്റെ തലപ്പാവ് അഴിച്ചുമാറ്റി അത് ഹിജാബിന് പകരമായി ധരിച്ച യുവതിയുടെ ദൃശ്യങ്ങളും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ശിരോവസ്ത്രത്തിന് പുറത്തേക്ക് നീളുന്ന ഒരു മുടിയിഴ പോലും ഇറാനിൽ പ്രതിഷേധത്തിന്റെ അടയാളമാണ്. തോക്കിൻ മുൻപിൽ നിൽക്കുന്നത് പോലെയാണ് ഇറാനിലെ ഓരോ സ്ത്രീ പ്രക്ഷോഭകാരിയുടെയും ജീവിതം. വിദ്യാർത്ഥിനിയായ മഹ്സ അമീനിയും മാധ്യമപ്രവർത്തകയായ നിലൂഫർ ഹമീദിയും മനുഷ്യാവകാശ പ്രവർത്തക വിദ മുവാഹിദും വിദ്യാർത്ഥിനികളായ മെയ്ദി ഹുജാബ്രിയും നർഗീസ് ഹുസൈനിയുമെല്ലാം മരണം പതിയിരിക്കുന്ന ഇടനാഴി സ്വയം തിരഞ്ഞെടുത്തവരാണ്. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്റെ ആകാശത്തെ മൂടിയിരിക്കുന്ന വസ്ത്രധാരണാ നിയന്ത്രണങ്ങളെ ഇറാനിൽ നിന്ന് നാടുകടത്താൻ സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായവരാണ്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.